ഈ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടത്. ഞായറാഴ്ച പുതുക്കോട്ടയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് നയിനാർ നാഗേന്ദ്രന്റെ പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണം തമിഴ്നാട്ടിലാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. അമ്മമാർക്കും സഹോദരിമാർക്കും ഒട്ടും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഇലക്ഷനുകളിൽ NDA വലിയ വിജയമാണ് നേടിയത്. അതേപോലെ ഈ വർഷം തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വലിയ ഭൂരിപക്ഷത്തോടെ NDA അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ബീഹാറിലും തിരുവനന്തപുരത്തും വീശിയ കാറ്റ് തമിഴ്നാട്ടിലും വീശുമെന്നാണ് ചടങ്ങിൽ സംസാരിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞത്. സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. മകനെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രവർത്തിക്കുന്നതെന്നും അത് നടപ്പില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ആദ്യം കരുണാനിധി, പിന്നെ സ്റ്റാലിൻ, അതിനുശേഷം ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കുക എന്ന സ്വപ്നം നടക്കാൻ പോകുന്നില്ല. തമിഴ്നാട്ടിലെ കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ സമയമായി എന്നാണ് അമിത്ഷാ പറയുന്നത്. കാര്യമായി വേരോട്ടമില്ലാത്ത തമിഴ് മണ്ണിൽ BJP മുന്നണി ജയിക്കുമെന്ന് അമിത്ഷാ പറയുമ്പോൾ പലരും അത് പുച്ഛിച്ച് തള്ളുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകളും ഏറെയാണ്. വരുന്ന ഇലക്ഷനിൽ ഭരണം പിടിച്ചെടുക്കുന്നതിനായി വിജയുടെ TVKയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാനാണ് BJPയുടെ ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേപോലെ വിജയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഏത് പാർട്ടിയുമായും സഖ്യം ചേരാൻ തയ്യാറാണെന്ന് TVK വ്യക്തമാക്കിയതായി ഉന്നത നേതാക്കളെ ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് TVKയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ BJP നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. DMK വിരുദ്ധ മുന്നണിയിൽ പരമാവധി കക്ഷികളെ ചേർക്കാനുള്ള നിർദ്ദേശമാണ് തമിഴ്നാട് സന്ദർശിച്ച അമിത്ഷാ BJP സംസ്ഥാന നേതാക്കളോട് പറഞ്ഞിരുന്നത്. ഏത് വിധേനയും TVKയുമായി സഖ്യം ചേരാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന നേതാക്കൾക്ക് ലഭിച്ചു എന്നാണ് സൂചന. DMKയെ രാഷ്ട്രീയ എതിരാളിയായും BJPയെ പ്രത്യയശാസ്ത്ര എതിരാളിയായും TVK ആദ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവരുടെ പ്രധാന എതിരാളി DMK തന്നെയാണ്. മതേതരത്വത്തിൽ കേന്ദ്രീകരിക്കുന്ന പാർട്ടി ആയതിനാൽ കോൺഗ്രസുമായി സഖ്യം ആകാം എന്നൊരു നിലപാടും TVK സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് TVKയെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളുമായി BJP എത്തുന്നത്. തമിഴ്നാട് പിടിക്കാൻ ഇറങ്ങുന്ന വിജയുടെ TVKയ്ക്ക് ആത്മവിശ്വാസം പകർന്ന് ഇപ്പോൾ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് TVK വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സർവേ പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിജയാണ് സർവേയിൽ രണ്ടാമത് എത്തിയത്. ചെന്നൈ ആസ്ഥാനമായി ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് ആണ് ഈ ഫലം പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയായി MK സ്റ്റാലിൻ തന്നെ തിരിച്ചെത്തുമെന്നും സർവേ പ്രവചിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ വിജയ്ക്കാണ് പിന്തുണ കൂടുതൽ. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി മൂന്നാം സ്ഥാനത്തുണ്ട്. DMK MP കനിമൊഴി നാലാമതും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അഞ്ചാമതുമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയുടെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് DMKക്ക് ആയിരിക്കുമെന്നാണ് സർവേ പറയുന്നത്. പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിവുള്ള യുവ നേതാക്കളുടെ പട്ടികയിൽ വിജയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമല രണ്ടാം സ്ഥാനത്തും ഉദയനിധി സ്റ്റാലിൻ മൂന്നാമതും ആണുള്ളത്. ഈ ഒരു സാഹചര്യം തന്നെയാണ് BJP കാത്തിരുന്നത്. വിജയ് മുഖ്യമന്ത്രിയായാലും ഭരണം NDA മുന്നണിക്ക് കിട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ബീഹാറിൽ നിതീഷ് കുമാറാണ് ഭരിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കുക എന്നതാണ് മുന്നണി കൂട്ടുകെട്ടിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിനെ പലയിടത്തും തൂത്തെറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. TVKയുമായി സഖ്യമുണ്ടായാൽ തമിഴ്നാട്ടിൽ ഇനി ഭരിക്കാൻ പോകുന്നത് വിജയ് തന്നെ ആയിരിക്കും. അതിലൊരു തടസ്സവും BJP ഉന്നയിക്കാനും സാധ്യതയില്ല.